ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും അഭിശ്രീ ഹോമയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ ഇതേ സമയം 6:20 കേട്ടോ. ഞാൻ എവിടായി പോകുന്നതെന്ന് വെച്ചാൽ കൊച്ചിന് ഉച്ചത്തേക്ക് കഴിക്കാനായിട്ട് സ്കൂളിൽ കൊടുത്തു വിടാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, വഴുതനങ്ങ ഉണ്ട്, ബുള്ളറ്റിനട്ടുണ്ട്, അതുപോലെ തന്നെ പടവലങ്ങയുണ്ട്, തക്കാളിയുണ്ട്. അതൊക്കെ ആഴ്ചയിൽ 2-3 ദിവസം വെച്ച് കൊടുത്തു വിടുന്നത്. ഇന്ന് ഞാൻ അത് വെച്ച് കൊടുത്തു വിട്ടാൽ എന്നെ കൊച്ച് ഓടിക്കും. അതുകൊണ്ട് ഞാൻ മുറ്റത്തെ അടുക്കള ഭാഗത്ത് ഇറങ്ങി നോക്കിയപ്പോൾ ദേ ഓമ, കുറ്റിയിൽ തന്നെ ഓമ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു കാ പറിച്ച് തോരൻ വെച്ച് കൊടുത്തു വിടാൻ എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ കിച്ചൺ വേസ്റ്റും പച്ചമീൻ കഴുകിയ വെള്ളവും ഒക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നതും വിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് നാടനാണ്, ബട്ടിങ് അല്ല കേട്ടോ. കുഞ്ഞിൻ്റെ കയ്യെത്തും ദൂരത്ത് ഉണ്ടായി കിടക്കുന്ന കണ്ടോ. ഏറ്റവും താഴെ കാണുന്ന ഈ ഓമയിലുണ്ടല്ലോ എൻ്റെ കൊച്ചിൻ്റെ നഖത്തിൻ്റെ പാടുണ്ട്. മുഴുവനും അവനിങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ കുത്തി ഞുള്ളി വെച്ചതുപോലെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഓമയ്ക്ക് ഇതിൽ നിന്ന് പറിക്കാം. നേരത്തെ ഞാൻ ഒരെണ്ണം ഇതിൽ നിന്ന് പറിക്കായിരുന്നു, അത് വിളഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇതും വിളഞ്ഞിട്ടില്ല, ഇത് കുലിക്കുകയല്ലുണ്ടല്ലോ. ഇപ്പം കുലിക്ക് നോക്കിയിട്ട് അത് വിളഞ്ഞിട്ടൊന്നുമില്ല. ഇതിൻ്റെ കൂടെ കൊണ്ടുവന്ന് വേറെ 2 തൈ ഉണ്ട് കേട്ടോ. ഈ ഓമത്തൈ ചേട്ടൻ കൊണ്ടുവന്നാണേ. അപ്പോൾ കൊണ്ടുവന്ന ഉടനെ തന്നെ മണ്ണിൽ നട്ട് പിടിപ്പിച്ചില്ലായിരുന്നു. അത് മുളയുണ്ടല്ലോ, മുള ഇവിടെ കിട്ടും. അപ്പോൾ ആ മുള കട്ട് ചെയ്തിട്ട് അതിൽ പോട്ടി മിക്സൊക്കെ മിക്സ് ചെയ്ത് അതിൽ നട്ട് പിടിപ്പിച്ച് 3 മാസം കഴിഞ്ഞാണ് നിലത്ത് നട്ട് പിടിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ആ ഓമയ്ക്ക പറിച്ച് അതിൻ്റെ കൂടെ ആ ഓമയുടെ കൂടെ കൊണ്ടുവന്ന തൈയാണ് ഇത്. വേറെ ഒരെണ്ണം കൂടെയുണ്ട്. ഇത് കണ്ടോ, എൻ്റെ കൊച്ചിൻ്റെ അത്രയും പൊക്കം പോലും ഇല്ല ഇതിൽ ഓമയ്ക്ക ഉണ്ടായിട്ടുണ്ട് കണ്ടോ. പക്ഷേ ഉണ്ടല്ലോ, ഈ ഓമച്ചെടിയിലെ ഫംഗസ് ബാധിച്ചിട്ടുണ്ട്. ഇലകളൊക്കെ ഉണ്ടല്ലോ മഞ്ഞിച്ചിരിക്കുന്നു, ഇല ചുരുണ്ടിരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഫംഗസ് ബാധിച്ച ചെടികളൊക്കെ പറിച്ച് കളർ പറയുന്നത്. ഞാൻ പക്ഷേ ഉണ്ടല്ലോ, ആ ഫംഗസ് ബാധിച്ച ഇലകൾ മാത്രം ഞാൻ കട്ട് ചെയ്ത് കളയത്തേ ഉള്ളൂ. എൻ്റെ വീട്ടിലെ എല്ലാ അതായത് ഫംഗസ് ബാധിക്കുന്ന ചെടികൾക്ക് ഞാൻ ഇമിഡാക്ലോപ്രൈഡാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ആഴ്ചയിൽ 3 തവണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് മാറിക്കും.